ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മീൻ പിടിക്കാൻ കുളത്തിലിറങ്ങി രാഹുൽ ഗാന്ധി. മഹാസഖ്യത്തിന്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെ മുകേഷ് സഹാനി, കോൺഗ്രസ് നേതാവായ കനയ്യകുമാർ എന്നിവർക്കൊപ്പമാണ് രാഹുൽ ഗാന്ധി ബെഗുസാരയിലെത്തിയത്. അങ്ങനെ മീൻ പിടിക്കാൻ കുളത്തിലിറങ്ങുകയും ചെയ്തത്. ബീഹാറിൽ നിന്ന് ബി ബാലഗോപാലുണ്ട്. ബാലഗോപാൽ, നേരത്തെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ അല്ലെങ്കിൽ അത്തരം ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ മീൻ പിടിക്കുന്നത് പോലെ വോട്ട് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണോ? എന്തായിരുന്നു ഈ പരിപാടി? ക്ലിയർ ആവുന്നില്ല, ഒന്നുകൂടെ കട്ട് ചെയ്ത് വിളിക്കാം. ബെഗുസാരയിലാണ് രാഹുൽ ഗാന്ധി നേതാക്കൾക്കൊപ്പം, കനയ്യകുമാർ അടക്കമുള്ള നേതാക്കൾക്കൊപ്പം മീൻ പിടിക്കാൻ ഇറങ്ങിയത്. ഒപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരുമൊക്കെ ഉണ്ട്. ബാലഗോപാൽ, പറയാം. ബീഹാറിലെ ബെഗുസരായിലായിരുന്നു ഇന്ന് രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയപ്പോഴായിരുന്നു ബെഗുസരായിലെ പ്രാദേശികമായ ഒരു മത്സ്യങ്ങളെ വളർത്തുന്ന പ്രാദേശികമായ ഒരു കുളത്തിൽ അദ്ദേഹം ചാടി ഇറങ്ങിയത്. അദ്ദേഹം ആ കുളത്തിൽ വള്ളത്തിൽ സഞ്ചരിക്കാതായിരുന്നു. ഈ കുളത്തിൽ അദ്ദേഹം വള്ളത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. ആ വള്ളത്തിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു ഈ ആൾക്കാർ, അതായത് പ്രാദേശികമായിട്ടുള്ള ആൾക്കാരൊക്കെ, ബെഗുസരായിലെ ആൾക്കാർ അവിടെ മീൻ പിടിക്കുന്നത് അദ്ദേഹം കണ്ടത്. തുടർന്നാണ് രാഹുൽ ഗാന്ധി ഈ വള്ളത്തിലേക്ക് അദ്ദേഹം ചാടി ഇറങ്ങുകയും തുടർന്ന് ഈ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തത്. ബീഹാറിലെ കോൺഗ്രസ് നേതാവായ കനയ്യകുമാറും അതുപോലെ തന്നെ ഈ മഹാഗഠബന്ധൻ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ മുകേഷ് സഹാനിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ രാഹുൽ ഗാന്ധി പെട്ടെന്ന് ഈ വള്ളത്തിൽ നിന്ന് കുളത്തിലേക്ക് ചാടിയിറങ്ങുകയും തുടർന്ന് ഈ പ്രാദേശികവാസികൾക്കൊപ്പം ചേർന്ന് അദ്ദേഹം മീൻ പിടിക്കാനൊക്കെ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഉണ്ടായത്. ഇത് ഏതാണ്ട് അരമണിക്കൂറോളം അദ്ദേഹം ആ പ്രദേശത്ത് ചെലവഴിക്കുകയും ചെയ്തു. നാട്ടുകാർക്കൊപ്പം അദ്ദേഹം മീൻ പിടുത്തത്തിൽ ഏർപ്പെടുകയും പിന്നീട് അവർക്കൊപ്പം ചേർന്ന് ഈ സെൽഫി എടുക്കുകയും അതുപോലെ അവരോട് സംസാരിക്കുകയും അവരുടെ പ്രാദേശികമായ അവരുടെ പ്രശ്നങ്ങളൊക്കെ രാഹുൽ ഗാന്ധി കേൾക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും നാട്ടുകാർക്ക് ഇതൊരു വലിയ കൗതുകമായ ഒരു സന്ദർഭമായിട്ടാണ് മാറിയത്. കാരണം തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ നീക്കം. രാഹുൽ ഗാന്ധി കുളത്തിൽ ചാടിയതിന് തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹത്തിന്റെ സുരക്ഷാ ജീവനക്കാർക്ക്, കാരണം ഇത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹത്തിന്റെ സുരക്ഷ സംബന്ധിച്ചുള്ള വിഷയമാണ്. സുരക്ഷാ ജീവനക്കാരും ഈ വള്ളത്തിൽ നിന്ന് കുളത്തിലേക്ക് ചാടുകയും ഒക്കെ ചെയ്തു. നാട്ടുകാർ വളരെ ത്രില്ലായിരുന്നു. കാരണം പിന്നീട് അവർ പറയുന്നത്, ഈ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞത്, രാഹുൽ ഗാന്ധി തങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടു, തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു, തങ്ങളിൽ പലർക്കും ഇതൊരു തികച്ചും അസുലഭമായ മുഹൂർത്തമാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഏതായാലും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇത്തരം പല കാഴ്ചകളുമാണ് നമുക്ക് ഈ ബീഹാറിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. ശരി. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ബീഹാറിലാണ് രാഹുൽ ഗാന്ധി കുളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയത്. ആളുകളുമായിട്ട് അതിനുശേഷം അവിടുത്തെ നാട്ടുകാരുമൊക്കെ ആയിട്ട് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്തു. നാട്ടുകാരെ സംബന്ധിച്ച് ഒരു കൗതുകമാണ്. പിന്നെ ഒരു നേതാവ്, പ്രധാനപ്പെട്ട രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു നേതാവ് അവരുടെ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് ചോദിച്ചറിയുന്നത് ആളുകളെ സംബന്ധിച്ച് ഒരു ആശ്വാസം കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണ് ബെഗുസാരയിലാണ് കുളത്തിൽ അദ്ദേഹം മീൻ പിടിക്കാൻ ഇറങ്ങിയത്.